കോളേജിലുണ്ടായ തീപിടുത്തം സർക്കാരിന്റെ അനാസ്ഥയെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സർക്കാർ തകർത്ത് തരിപ്പണമാക്കി. ആരോഗ്യ മേഖലയെ പോലും സംരക്ഷിക്കാൻ ഇടത് സർക്കാരിനായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ വിഷയത്തിൽ ഇടത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു കർമ്മ ന്യൂസിനോട് പ്രതികരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന സംഭവം മെഡിക്കൽ കോളേജിലെ തീപിടുത്തം. അപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് വളരെ മോശമായ ഒരു അഭിപ്രായമാണോ നിങ്ങൾക്കുള്ളത്? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഞങ്ങൾക്കെന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും പുറത്തു പറഞ്ഞില്ല എങ്കിലും അവരുടെ മനസ്സിനകത്തുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്ന തരിപ്പണമായി. ഇന്നിപ്പോൾ കാണാൻ സാധിച്ചത് 5 പേരുടെ ജീവനാണ്. ജീവൻ രക്ഷിക്കാനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ക്രിട്ടിക്കൽ ഐസിയുവിൽ തീപിടിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ പോയിട്ടാണ് ആൾക്കാർ ജീവൻ രക്ഷിക്കുന്നത്? ഇപ്പോൾ 5 പേർ മരണപ്പെട്ടു. 2 പേരുടെ ബോഡി മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ ഒന്ന് 33 വയസ്സ് മാത്രം പ്രായമുള്ള നെയ്യാറ്റിങ്കര സ്വദേശി. അദ്ദേഹം അസുഖം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇന്നലെ അദ്ദേഹം അസുഖമെല്ലാം കുറഞ്ഞു, പൊടിയരിക്കഞ്ഞ് കുടിച്ചു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള വിവരം. പക്ഷേ അങ്ങനെ ഉള്ള ഒരു രോഗി 5 പേർ, ഒന്നല്ല 5 പേർ, ഒരു ഹോസ്പിറ്റൽ തീപിടുത്തമുണ്ടായി മരണപ്പെടുക എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖകരമാണ്. അവിടെ തീപിടുത്തമുണ്ടായി, അടുത്ത വേറൊരു ഐസിയുവിലൊക്കെ നോക്കിയപ്പോൾ അവിടെ ഐസിയു പ്രവർത്തനരഹിതമാണ്. അപ്പോൾ കേരളത്തിലെയും തിരുവനന്തപുരത്തെയും ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലുകൾ ആകെ തകർന്ന് തരിപ്പണമായിരിക്കുക. 1 മാസമായി ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ ജീവൻ രക്ഷിക്കാനാണ് ആശുപത്രിയിലെത്തിയത്. പക്ഷേ ആശുപത്രിയിൽ ചെന്നപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഹോസ്പിറ്റൽ പൂട്ടിയിട്ടിരിക്കുക രാത്രി 1 മണിക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് അവിടെ ഗേറ്റിൽ തട്ടി ഡോക്ടർമാരെ ഉണർത്തി തുറന്ന്. ആ സമയത്താണ് ആംബുലൻസിന് ഡ്രൈവറില്ല. അവിടെ അദ്ദേഹത്തിന് CPR കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല, മരണപ്പെട്ടു. അപ്പോൾ ഒന്നല്ല, ഒരുപാട് സംഭവങ്ങൾ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി. ഇവർക്ക് ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മെഡിക്കൽ കോളേജിൽ തീപിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ, ആരോഗ്യ മേഖലയുടെ ഇന്നത്തെ സ്തംഭനാവസ്ഥ, ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്.